സി ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നത് ഒരു വെയർ ഹൗസ് ജോബ് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ അക്കാഡമിയിലേക്ക് വേണ്ടി വിളിക്കുന്ന സമയത്ത് അവരെല്ലാം ചോദിക്കുന്നത്, സാർ ഞങ്ങൾക്ക് ഇതിൽ വെയർ ഹൗസിൽ ജോലി ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ തിരിച്ച് അവരോട് ചോദിക്കാറ്, നിങ്ങൾ വെയർ ഹൗസിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാണ്ടായ കാരണം എന്താ? അപ്പൊ അവർ പറഞ്ഞു, സാർ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ വെയർ ഹൗസിലല്ല ഞങ്ങൾ ജോലി ചെയ്യേണ്ടത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിനെപ്പറ്റി ഒരു വീഡിയോ പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത്. ഈ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയർ ഹൗസ് ജോബ് മാത്രമല്ല. ലോജിസ്റ്റിക് എന്ന് പറയുന്ന ആ വലിയ പ്രൊസീജിയറിൽ അതിന്റെ 10% മാത്രമാണ് വെയർ ഹൗസ് വരുന്നത്. ബാക്കി 90% വരുന്നത് ബാക്കി കാര്യങ്ങളാണ്. അതുകൊണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൺലി വെയർ ഹൗസ്, അതിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒരു വെയർ ഹൗസിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ലോജിസ്റ്റിക് കോഴ്സ് പഠിക്കേണ്ടത്. അതിന്റെ ഉള്ളിൽ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് മേഖലകൾ വരുന്നുണ്ട്. ഈ മേഖലകളിലെല്ലാം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. വെയർ ഹൗസിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് സാലറി ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് രീതിയിലാണ് സാലറീസ് എല്ലാം കിട്ടുന്നത്. ഇത് കൂടുതലും ഓഫീസിലേക്ക് വരുമ്പോഴാണ് നല്ല സാലറി നല്ല കാര്യങ്ങളും കിട്ടുന്നത്. ഒരു വെയർ ഹൗസിൽ മാത്രം നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഷിപ്മെന്റ്, ലെറ്റ്സ് സേ ഇപ്പൊ നമ്മൾ പറയുകയാണ് USA നിന്നും UAE ഒരു ഷിപ്മെന്റ് ഇമ്പോർട്ട് ചെയ്യണം, ഒരു വെയർ ഹൗസിൽ മാത്രം ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. ഇതിന് നിങ്ങളുടെ A to Z പ്രൊസീജിയർ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് നിങ്ങൾ വെയർ ഹൗസിലല്ല, നേരെ ഓഫീസിന്റെ അകത്തേക്കാണ് നിങ്ങൾ വരേണ്ടത്. ഇതിന്റെ അകത്തേക്ക് വന്നാലാണ് ഇതിന്റെ A to Z പ്രൊസീജിയർ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ലോജിസ്റ്റിക് ഈസ് നോട്ട് ഓൺലി എ വെയർ ഹൗസ്. ഒരുപാട് കാര്യങ്ങൾ വേറെയും എടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഈ ഒരു ഇൻഡസ്ട്രി ഒരുപാട് വലിയ ഇൻഡസ്ട്രിയാണ്. ഒരുപാട് അധികം ഡെവലപ്മെന്റ്സ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ക്രാക്ക് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങളിത് പഠിച്ചെടുക്കുക. ലേൺ ഫ്രം ദ എക്സ്പേർട്സ്. ഇത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, താങ്ക് യു.